ഇപ്പോൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കാനത്തലിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി. എങ്ങനെയാണ് കാനത്തലിൻ്റെ ഓർമ്മകൾ നമ്മോട് പങ്കുവെക്കുന്നത്? ഈ കാനത്തിൽ വില എന്ന് പറയുന്ന നിയമസഭാ സാമാജിക എന്ന നിലക്ക് അവിസ്മരണീയമായ വിലപ്പെട്ട സംഭാവനകളാണ് സഭയിൽ നടത്തിയത്. ഒരു സ്ത്രീ സമൂഹത്തെ കൂടി പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ജമീലയുടെ പ്രവർത്തനങ്ങൾ, സഭയിൽ അവരുടെ സംസാരം, മറ്റുള്ളവരുടെ സ്നേഹപൂർണ്ണമായ പെരുമാറ്റം ഉൾപ്പെടെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു നിയമസഭയുടെ അംഗം എന്ന നിലക്ക് എത്രയേറെ മാതൃകാപരമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ജമീല. ഞാൻ ജമീല ചേച്ചി എന്നാണ് വിളിക്കാറ്. എൻ്റെ ഭാര്യാഗ്രഹമായ ഇരിങ്ങൽ പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ജമീല ചേച്ചിയുടെ നിയോജകമണ്ഡലം കൊയിലാണ്ടി. ഞാൻ പലപ്പോഴും പറയും, അപ്പോൾ കണ്ടാലും പറയും, നിങ്ങളിത് പറയുന്നതല്ലാതെ ഒരിക്കൽ ഭാര്യ വീട്ടിൽ കൂട്ടിയാൽ ഭാര്യ വീടും അല്ലാണ്ട് വേണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു നല്ല ഒരു ലാളിത്യം, സ്നേഹം, അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ സാമാജിക എന്ന നിലക്ക് പറയേണ്ട കാര്യങ്ങൾ സഭയിൽ പറയുന്ന ഒരു നിലപാട്. അത് ആലങ്കാരികമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രസംഗപരമായിട്ടോ ഒന്നുമല്ല. എന്താണോ താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, നിയോജകമണ്ഡലത്തിൽ ജനങ്ങളുടെ കാര്യങ്ങൾ, അത് പറയുന്നതിനാണ്. അതിൻ്റെ കൂടെയാണ് അവരുടെ ഹൃദയപൂർവമായ ലാളിത്യവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഒരു സമീപനം എല്ലാവരുടെയും മുമ്പിൽ. ആ സുഖത്തിൽ ഇവ ചേച്ചിയെ പരിചയപ്പെട്ടപ്പോഴാണ് ഇത്രയും ഒരു 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 പ്രാധാന്യവും പ്രസക്തിയും ഒരു സ്നേഹത്തിൻ്റെ പ്രതിരൂപമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നിയമസഭാ സാമാജികയാണ് എന്നും എനിക്ക് മനസ്സിലായത് പല സന്ദർഭങ്ങളിൽ. അതുകൊണ്ട് നമ്മുടെ ഈ നിയമസഭയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും സഭയിൽ വരുമ്പോഴും നമ്മുടെ പിന്നരയിൽ ചെന്ന് ജമീല ചേച്ചിയെയും അടുത്തുള്ള സുഹൃത്തുക്കളെ കാണുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പോകുമ്പോൾ പറയും, എൻ്റെ ഭാര്യാഗ്രഹത്തിന് പ്രതിദാനം ചെയ്യുന്നുണ്ടാകും കേട്ടോ. ഓ അത് ശരി, അതാണ് ഇത്ര സ്നേഹം എന്നാലും മറ്റുള്ള സഹോദരിമാർ എല്ലാം പറയും. അതിനെപ്പോഴും അതിൻ്റെ ഒരു സ്നേഹപൂർണ്ണമായ സ്നേഹമസൃണമായ പെരുമാറ്റ ശൈലി, സമീപനം, സംസാരം, അത് നിയമസഭക്കകത്തും പുറത്തും ഒരുപോലെ പ്രൗഢമായി അവതരിപ്പിക്കുന്നതിന് സാധിച്ചിട്ടുള്ള ഒരു അംഗം എന്ന നിലക്ക് വിസ്മരിക്കാനേ കഴിയില്ല. ഏത് പൊതുചടങ്ങളിലും എവിടെ ചെന്നാലും കഴിഞ്ഞാലും അവരുടെ സംസാരം, അവരുടെ ഇടപെടലുകൾ ഒക്കെ തന്നെ ഒരു ചേച്ചിയുടെ, ഒരമ്മയുടെ, മാതൃഭാവത്തിൻ്റെ, ഇത്തരത്തിലുള്ള ഒരുപാട് മാനുഷികതയുടെ ആത്മചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു സഹോദരിയാണ് ജമീല ചേച്ചി എന്നാണ് എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത്. വാസ്തവത്തിൽ മരണം എന്ന് പറയുന്നത് ഇത്ര ക്രൂരമാണ് എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങൾ. അവരുടെ ദേഹവിയോഗം അപ്രതീക്ഷിതമാണ്. നമുക്ക് എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. ഇന്ന് വന്ന് ആ ഭൗതിക ശരീരത്തിൽ പ്രീതി വെച്ചപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താ സംഭവിച്ചതെന്ന് ഒരു നിമിഷം ആലോചിച്ചൊന്നും ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രയേറെ ആ ജീവിതത്തിലെ അന്ത്യയാത്രയിൽ ജീവിതത്തിൻ്റെ അവസാനത്തെ ഉറക്കത്തിൽ നിൽക്കുന്ന ജമീല ചേച്ചിയുടെ ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ആ പ്രൗഢവും പ്രോജ്വലവും ഹൃദയബന്ധിതവുമായ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ വിനയപുരസ്സരം പ്രണമിക്കുകയാണ്. നമസ്കാരം. ജമീലത്തയുടെ സ്നേഹനിർഭരമായ ഓർമ്മകളാണ് ഇപ്പോൾ മന്ത്രി കടന്നപ്പള്ളി നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്.